എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 T20 ലോകകപ്പിന്റെ സൂപ്പർ ഹിറ്റ് പോരാട്ടത്തിൽ സിംബാബ്വെ 72 റൺസിന്റെ കൂറ്റൻ മാർജിനിൽ തകർത്തെറിഞ്ഞ ഇന്ത്യൻ ടീം അവിശ്വസനീയമായ വിജയം സ്വന്തമാക്കിയപ്പോൾ ചെന്നൈയിലെ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിന്റെ അതിരുകൾ ഭേദിച്ച് ഇന്ത്യൻ താരങ്ങളുടെ പേരുകൾ മാത്രമേ മുഴങ്ങിക്കേട്ടിരുന്നുള്ളൂ. എന്നാൽ വെറും 23 പന്തുകളിൽ നിന്ന് 50 റൺസ് എന്ന വിനാശകരമായ ഇന്നിംഗ്സും അതിമാരകമായ ബൌളിംഗ് പ്രകടനവും കാഴ്ചവെച്ചതിന് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേദിയിലെത്തിയ ഹാർദിക് പാണ്ഡ്യ ചെയ്തത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയം പിളർക്കുന്നതും അവരെ കണ്ണീരണിയിക്കുന്നതുമായ ഒരു അവിസ്മരണീയ പ്രവൃത്തിയായിരുന്നു. കോടിക്കണക്കിന് ലൈവ് ക്യാമറകൾക്ക് മുന്നിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ തന്റെ ട്രോഫി ഏറ്റുവാങ്ങിയ ശേഷം ഹാർദിക് നേരെ ചെന്നത് അവിടെയുണ്ടായിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസവും ലോകകപ്പ് ബ്രാൻഡ് അംബാസഡറുമായ സാക്ഷാൽ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ അടുത്തേക്കാണ്. കൊളംബോ മുതൽ ചെന്നൈ വരെ ലോകത്തിന്റെ കണ്ണുകൾ വിടർന്നു നിൽക്കെ യാതൊരു സങ്കോചവുമില്ലാതെ ഹാർദിക് തന്റെ മുൻ ക്യാപ്റ്റനും ജ്യേഷ്ഠതുല്യനും എല്ലാത്തിലുമുപരി തന്റെ ഗുരുനാഥനുമായ രോഹിത്തിന്റെ കാൽ തൊട്ടു വന്ദിച്ചു. ആ ഒരു നിമിഷം ആർത്തിരമ്പുന്ന ആ മഹാസ്റ്റേഡിയത്തിൽ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടിനിന്നു. തൊട്ടുപിന്നാലെ ആകാശം മുട്ടുന്ന കരഘോഷങ്ങളോടെ ചെന്നൈ ഒന്നാകെ ആ കാഴ്ചയെ നെഞ്ചിലേറ്റി. രോഹിത് ശർമ്മ ഒരു നിമിഷം പോലും വൈകാതെ ഹാർദിക്കിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് ഇറുകെ പുണർന്നപ്പോൾ അത് കേവലമൊരു ആദരവ് പ്രകടിപ്പിക്കൽ മാത്രമായിരുന്നില്ല, മറിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ അനുഭവിച്ച വേദനകളുടെയും അതിജീവിച്ച പ്രതിസന്ധികളുടെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും ആത്യന്തികമായ വിജയമായിരുന്നു. തുടർന്ന് പ്രസന്റേഷൻ വേദിയിൽ മൈക്ക് കയ്യിലെടുത്ത രോഹിത് ശർമ്മയുടെ ശബ്ദത്തിൽ ഒരു വലിയ ജ്യേഷ്ഠന്റെ കരുതലും ഗൗരവവും മാത്രമല്ല, താങ്ങാനാവാത്ത വികാരഭാരവും ഉണ്ടായിരുന്നു. സ്വന്തം കണ്ണുനീർ മറച്ചുപിടിക്കാൻ പാടുപെട്ടുകൊണ്ട് ഇടറുന്ന ശബ്ദത്തിൽ രോഹിത് പറഞ്ഞ വാക്കുകൾ അവിടെയുണ്ടായിരുന്ന ഇതിഹാസ കമന്റേറ്റർമാരുടെയും കാണികളുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. ഇന്ന് ലോകം മുഴുവൻ ഹാർദിക് പാണ്ഡ്യയുടെ ഈ വെടിക്കെട്ട് ബാറ്റിംഗും അവൻ പിഴുതെറിഞ്ഞ വിക്കറ്റുകളും കാണുന്നു. അവന്റെ സ്ട്രൈക്ക് റേറ്റിനെയും ഓൾറൗണ്ട് മികവിനെയും വാഴ്ത്തുന്നു, രോഹിത് പറഞ്ഞു തുടങ്ങി. എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഹാർദിക്കിന്റെ കണ്ണുകളിലെ നിശബ്ദമായ കണ്ണുനീരും ഒറ്റപ്പെടലും ആർക്കും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അസഹനീയമായ മാനസിക വേദനയും ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ട്. സ്വന്തം ഹോം ഗ്രൗണ്ടിൽ വെച്ചുപോലും സ്വന്തം ആളുകൾക്കിടയിൽ അവന് അപമാനകരമായ കൂവലുകൾ നേരിടേണ്ടി വന്നു. അവൻ മാനസികമായി പൂർണ്ണമായും തകർന്നുപോയ ഒരു സമയമായിരുന്നു അത്. ലോകകപ്പ് ഒരുക്കങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്ന ഒരു കൊടും തണുപ്പുള്ള രാത്രിയിൽ വളരെ നിസ്സഹായനായി ഹാർദിക് എന്നോട് ചോദിച്ചു, രോഹിത് ഭായ്, സത്യം പറയണം, ഈ ആളുകൾ എന്നെ ഇനി പഴയതുപോലെ സ്നേഹിക്കുമോ? അന്ന് ഞാൻ അവന്റെ തോളിൽ കൈവച്ച് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഈ ലോകം എന്തു പറയുന്നു എന്നതും പത്രങ്ങൾ എന്തെഴുതുന്നു എന്നതും നീ പൂർണ്ണമായും മറന്നേക്കൂ. നിന്റെ ബാറ്റിന്റെ പ്രഹാരശേഷി ഈ വിമർശകർക്കുള്ള മറുപടിയാകും. ലോകം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യുന്ന ഒരു വേദിയിലേക്ക് നീ ശക്തമായി തിരിച്ചുവരുമെന്ന് ഞാൻ അവന് ഉറപ്പു നൽകിയിരുന്നു. ഹാർദിക്കിന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് വാചാലനായതിനൊപ്പം തന്നെ ഇന്ത്യൻ ഇന്നിംഗ്സിന് അടിത്തറ പാകിയ മലയാളി താരം സഞ്ജു സാംസന്റെ വീരോചിതമായ പ്രകടനത്തെക്കുറിച്ചും രോഹിത് അങ്ങേയറ്റം അഭിമാനത്തോടെ സംസാരിച്ചു. തുടക്കത്തിൽ തന്നെ സഞ്ജു നൽകിയ ആ മാസ്മരികമായ തുടക്കവും അവന്റെ വിട്ടുവീഴ്ചയില്ലാത്ത വെടിക്കെട്ട് ബാറ്റിംഗും ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കൂറ്റൻ സ്കോർ ഞങ്ങൾക്ക് അപ്രാപ്യമാകുമായിരുന്നു. പവർ പ്ലേയിൽ സഞ്ജു തീർത്ത ആ ശക്തമായ അടിത്തറയാണ് പിന്നീട് വന്നവർക്ക് യാതൊരു ഭയവുമില്ലാതെ സിംബാബ്വെ ബൌളർമാർക്ക് മേൽ സർവനാശം വിതയ്ക്കാൻ ധൈര്യം നൽകിയത്. രോഹിത്തിന്റെ വാക്കുകളിൽ സഞ്ജുവിനോടുള്ള നിറഞ്ഞ സ്നേഹവും ബഹുമാനവും പ്രകടമായിരുന്നു. വമ്പൻ തിരിച്ചുവരവ് നടത്തുന്ന സിംഹത്തിന്റെ ഗർജനത്തിന് ശക്തി കൂടുതലായിരിക്കുമെന്ന് ഹാർദിക് ഇന്ന് തെളിയിച്ചു കഴിഞ്ഞു. രോഹിത് ശർമ്മയുടെ ഈ വികാരനിർഭരമായ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിലാകെ ഒരു വികാര സുനാമിയായി ആഞ്ഞടിക്കുകയാണ്. ഈ ചരിത്ര വിജയത്തിലേക്ക് ഇന്ത്യ എത്തിയത് ഒരു ഹോളിവുഡ് സിനിമയെ വെല്ലുവിളിക്കുന്ന ആക്ഷൻ രംഗങ്ങളിലൂടെയായിരുന്നു. 14-ാം ഓവറിൽ ആക്രമണം അഴിച്ചുവിട്ട സൂര്യകുമാർ യാദവ് റിച്ചാർഡ് നഗർവയെ ബൗണ്ടറി കടത്തി സ്കോറിംഗ് വേഗത വർദ്ധിപ്പിച്ചു. 14.5 ഓവറിൽ 33 റൺസ് എടുത്ത സൂര്യകുമാർ പുറത്താകുമ്പോഴേക്കും ഇന്ത്യൻ സ്കോർ 172-ൽ എത്തിയിരുന്നു. എന്നാൽ തുടർന്ന് ക്രീസിലെത്തിയ തിലക് വർമ്മ സൃഷ്ടിച്ചത് സമാനതകളില്ലാത്ത ഒരു കൊടുങ്കാട്ടായിരുന്നു. നേരിട്ട ആദ്യ പന്തുകൾ മുതൽ തന്നെ തെണ്ടായി ചതാരയെയും റിച്ചാർഡ് നഗർവയെയും തലങ്ങും വിലങ്ങും പ്രഹരിച്ച തിലക് വെറും 14 പന്തുകളിൽ നിന്ന് 3 സിക്സറുകളും 4 ബൗണ്ടറികളും ഉൾപ്പെടെ 43 റൺസാണ് അടിച്ചുകൂട്ടിയത്. 300-ന് മുകളിലായിരുന്നു ആ യുവതാരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. മറുഭാഗത്ത് ഹാർദിക് പാണ്ഡ്യയും തന്റെ സംഹാരതാണ്ഡവം തുടർന്നു. കരുത്തും ബുദ്ധിയും ഒരുപോലെ പ്രയോഗിച്ച ഹാർദിക് ബ്രാഡ് എവാൻസ് എറിഞ്ഞ പന്തുകളെ കവറിന് മുകളിലൂടെയും ഡീപ് മിഡ് വിക്കറ്റിലൂടെയും അതിർത്തി കടത്തി. 19 പന്തുകളിൽ നിന്ന് 36 റൺസ് നേടിയ ആ ഘട്ടത്തിൽ ഇരുവരും ചേർന്ന് സിംബാബ്വെയുടെ സകല പ്രതീക്ഷകളും തല്ലിക്കെടുത്തി. 16 മുതൽ 18 വരെയുള്ള ഓവറുകളിൽ മത്സരം പൂർണ്ണമായും ഇന്ത്യയുടെ കാൽക്കീഴിലായി. 19 ഓവർ പിന്നിടുമ്പോഴേക്കും ഇന്ത്യ 2041 റൺസ് എന്ന പടുകൂറ്റൻ സ്കോറിലേക്ക് കുതിച്ചെത്തിയിരുന്നു.
ഈ വെടിക്കെട്ട് പ്രകടനവും അതിനുശേഷമുണ്ടായ വൈകാരിക മുഹൂർത്തങ്ങളും പ്രശസ്ത കമന്റേറ്ററായ ഹർഷ ഭോഗ്ലെയെ പോലും കുറച്ചുനേരത്തേക്ക് നിശബ്ദനാക്കി. സ്കോർ ബോർഡിലെ വെറുമൊരു അക്കങ്ങൾക്കപ്പുറം പരസ്പര വിശ്വാസത്തിന്റെയും അതിരുകളില്ലാത്ത സാഹോദര്യത്തിന്റെയും മഹത്തായ വിജയമാണ് ചെന്നൈയിൽ അരങ്ങേറിയത്. ലോകം മുഴുവൻ എതിർക്കുമ്പോഴും വിശ്വസിക്കാൻ ഒരു യഥാർത്ഥ വഴികാട്ടിയുണ്ടെങ്കിൽ ചാരത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയരാൻ സാധിക്കുമെന്ന് ഹാർദിക് തെളിയിച്ചു. രോഹിത്തിന്റെയും ഹാർദിക്കിന്റെയും ഈ അഭേദ്യമായ ആത്മബന്ധം 2026 ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് സുവർണ കിരീടം നേടിക്കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഹൃദയഭേദകമായ തിരിച്ചുവരവ് നിങ്ങളെയും സ്പർശിച്ചുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും ഈ അവിസ്മരണീയമായ ക്രിക്കറ്റ് മുഹൂർത്തത്തെക്കുറിച്ച് കൂടുതൽ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.